പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ബോയ്സാണ് കളരിപ്പയറ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി നേരെ തിരിച്ചൊരു മാറ്റം സംഭവിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കളരി വരുന്നത് ബോയ്സ് അല്ല, ഗേൾസാണ്, ലേഡീസ് ആൻഡ് പാരൻസ്. കുട്ടികൾ മാത്രമല്ല, പാരൻസ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു മെസ്സേജാണ്, ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ റിഫ്ലെക്സ് ആക്ഷനിലൂടെ രക്ഷ തേടാനുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ അവർ ഇത്രയും വർഷമായി ചൂഷണം ചെയ്യപ്പെടുന്നത്. അതാണ് അതിലെ മെയിൻ കണ്ടന്റ്. കാരണം വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള നമ്മൾ നന്നായി ഹൈടെക് എഡ്യൂക്കേഷൻ, എൻ്റെ കളരി വരുന്ന കുട്ടികൾ ഞാൻ കാണുന്ന കൂടെ ഇന്റർനാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷനാണ് സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എഡ്യൂക്കേഷനിൽ ഓട്ടോമാറ്റിക് ഈ കുട്ടികളെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല. സ്കൂൾ തലത്തിലാണെങ്കിലും വേറെ ഏത് തലത്തിലാണെങ്കിലും. പക്ഷെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. അതും കൂടെ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനോ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഓട്ടോമാറ്റിക് നമ്മൾ മെയിൻ ആയിട്ട് ഊന്നൽ കൊടുക്കേണ്ടത്. പക്ഷേ മുമ്പത്തെക്കാൾ ഫാർ ബെറ്റർ ഇപ്പോൾ കുട്ടികളും അവരുടെ അച്ഛനും അമ്മമാരും ഓട്ടോമാറ്റിക്കായിട്ട് കളരിയിൽ കൂടുതൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. അതൊരു നല്ലൊരു സൈനാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഒരു 20 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ ലേഡീസ് മനസ്സിലാക്കുന്നത്. എൻ്റെ കളരിയിൽ വരുന്ന മെജോറിറ്റി കുട്ടികൾ ലേഡീസ് ആഫ്റ്റർ 20 കഴിയുമ്പോൾ വിചാരിക്കും, ഓക്കെ കൊള്ളാം, എനിക്കിത് പഠിച്ചേ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാൾ പഠിക്കാത്തത്? അപ്പോൾ അവർ പറയും, സാർ കൊച്ചിനെ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു, രണ്ടാമത് പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വന്നത്. അപ്പോൾ അത് കുട്ടികളിൽ പറയുന്ന മെസ്സേജ് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനും പറയാണ്, നിങ്ങൾ 7 വയസ്സും 8 വയസ്സൊന്നും പോണ്ട, 5 വയസ്സുള്ളപ്പം കുട്ടിയെ കൊണ്ട് കളരിയിടൂ. പെൺകുട്ടികൾ 10 വയസ്സ് 15 വയസ്സ് 10ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അവനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ടിപ്സ് കൊടുക്കാം. ഞാൻ റെഡി. നിങ്ങൾ ഓട്ടോമാറ്റിക് ആ കുട്ടികൾ ഇത്ര 5 വർഷം നമ്മൾ ഈ പ്രായത്തിൽ 10 വയസ്സ് കിട്ടിയ 15 വയസ്സ് 5 വർഷം നമ്മളെ കൈ കിട്ടും. ആ സമയത്ത് ഓട്ടോമാറ്റിക് ഈസിയായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. ഇത് കിട്ടുന്നതല്ല ആഫ്റ്റർ 25, 30, 35. അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കുട്ടികളെ, പെൺകുട്ടികൾക്ക് ഓട്ടോമാറ്റിക് കളരിപ്പയറ്റ് വന്ന് പഠിച്ചെടുക്കാനുള്ള. കാരണം എൻ്റെ കളരിയിൽ വരുന്ന പെൺകുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് ഞാൻ ബേസിക് പച്ച സത്യം പറയാണ്, ബേസിക് മർമ്മവിദ്യ ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ. കാരണം നോർമലി ജെൻ ബേസ് നോക്കുമ്പോൾ പുരുഷന്മാരാണ് ആരോഗ്യം കൂടുതൽ.